New lesson, 10th one, minerals of India. Many things that we use daily are made of metals. Iron, copper, aluminium, silver, and gold are all metals. They are taken out from the earth. Many things, നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? മെറ്റൽസ് കൊണ്ടല്ലേ? Yes. Iron, copper, aluminium, silver and gold are all metals. ഇപ്പൊ എന്തൊക്കെയാ metals? ഏതൊക്കെയാ? Which are the metals? Which are the examples of metal? എന്തൊക്കെയാ metals? Iron, copper, aluminium, silver and gold are metals. These metals are taken out from the earth. നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ, അയൺ, അലൂമിനിയം, സിൽവർ, ഗോൾഡ് ഇതൊക്കെയാണ് മെറ്റൽസ്. ഈ മെറ്റൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ് അല്ലേ? മെനി തിങ്സ് ദാറ്റ് വി യൂസ് ഡെയിലി ആർ മെയ്ഡ് ഓഫ് മെറ്റൽസ്. നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്മലാവട്ടെ, മാല, ഗോൾഡിന്റെ മാലയാവട്ടെ, അയണിന്റെ പല സാധനങ്ങൾ ഉണ്ടല്ലേ, കത്തി, കോടാലി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ കോപ്പർ, അലൂമിനിയം, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അലൂമിനിയം. ദീസ് ആർ metals. These metals are taken out on the earth. ഇതൊക്കെ എടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ് കിട്ടുക. All rocks on the earth have minerals in them. Metals are taken out of minerals. A rock containing large amount of a particular mineral is called the ore of that mineral. For all rocks on the earth have minerals. എന്താ rocks എന്ന് പറഞ്ഞാല്? Rocks എന്ന് പറഞ്ഞാൽ എന്താ? കല്ലുകൾ അല്ലെ? വലിയ കല്ലുകളെയാണ് നമ്മൾ റോക്സ് എന്ന് പറയാം. All rocks on earth, ഭൂമിയിൽ കാണുന്ന വലിയ വലിയ കല്ലുകളിൽ എന്തുണ്ട്? മിനറൽസ് ഉണ്ട്. All rocks on the earth have minerals. Metals are taken out of minerals. അപ്പൊ മെറ്റൽസ് കിട്ടുന്നത് എവിടുന്നാണ്? ഈ മിനറലിൽ നിന്നാണ് അല്ലെ? Metals are taken out of minerals. A rock containing large amount of particular mineral. കല്ലിലുള്ള ഈ പെർട്ടിക്കുലർ മിനറലിന് പറയുന്ന പേരാണ് ഓർ. ഓർ എന്ന് പറഞ്ഞാൽ അയിര് എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ അയിര് എന്നാ പറയാ. ഓർ എന്ന് പറഞ്ഞാൽ അയിര്. ഓഫ് ദാറ്റ് മിനറൽ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന മെനി തിങ്സ് ദാറ്റ് വി യൂസ് ഡെയിലി ആർ മെയ്ഡ് ഓഫ് മെറ്റൽസ്. കോപ്പർ, അയൺ, സിൽവർ, ഗോൾഡ്, അലൂമിനിയം എക്സെട്ര ആർ മെറ്റൽസ്. These metals are taken out from the earth. ഭൂമിയിൽ നിന്നാണ് ഇതൊക്കെ എടുക്കുക. ഇനി all rocks means കല്ലുകള്. All rocks have minerals. ഭൂമിയിൽ കാണുന്ന വലിയ വലിയ കല്ലുകളിലൊക്കെ എന്തുണ്ട്? മിനറൽസ് ഉണ്ട്. Metals are taken out of minerals. മെറ്റൽസ് കിട്ടുന്നത് ഈ മിനറൽസ് നിന്നാണ്. ഇനി a rock containing large amount of particular mineral. അതായത് ഈ കല്ലുകളിൽ കാണപ്പെടുന്ന പെർട്ടിക്കുലർ മിനറലിന് പറയുന്ന പേരാണ് എന്ത്? ഓർ. ഇപ്പൊ വലിയ വലിയ കല്ലുകളില് ഒരു വലിയ ലാർജ് എമൗണ്ട് ഓഫ് മിനറൽസ് കാണപ്പെടും. A huge rock have particular amount of mineral. A large amount of minerals. That minerals are known as ore. Or അല്ലെങ്കിൽ അയിര്. കൃപാമേരി കണ്ടോ? കണ്ടില്ല അല്ലേ? കണ്ടോ? കൃപ എവിടെയാന്ന് കണ്ടോ? ഇല്ല. ഒന്ന് പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ. സിദ്ധാർത്ഥ്, ശ്രീദേവേ, ഒന്ന് കൃപാമേരിക്ക് പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ മോനെ. 214 കൃപ, 10th lesson. Okay. Then most of the mineral ores are found below the surface of the earth. Some minerals are also found on the surface of the earth and some at the bottom of the sea. Digging out mineral ores from the earth is called mining. Deep holes are dug into the earth to take out mineral ores. Such holes are called mines. ഒന്നും കൂടെ പറയാം. നമുക്ക് ഇതൊക്കെ വെറുതെ കിട്ടുമോ? വെറുതെ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ മിനറൽസ് ഒക്കെ ഇരിക്കോ? ഇല്ല അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യണം? പല പല പ്രക്രിയകൾ, കുറെ ആക്ടിവിറ്റീസ് നടത്തിയതിനു ശേഷം മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ മിനറൽ ഓർസ് ആർ ഫൗണ്ട് ബിലോ ദ സർഫേസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിലെ, ഭൂമിയുടെ ഉപരിതലത്തിനുള്ളിലാണ് എന്തുള്ളത്? ഈ പറയുന്ന ഓറ്. നമ്മൾ പറഞ്ഞു എ റോക്ക് കണ്ടെയ്നിങ് ലാർജ് എമൗണ്ട് ഓഫ് പെർട്ടിക്കുലർ മിനറൽ. ദാറ്റ് പെർട്ടിക്കുലർ മിനറൽ ഈസ് നോൺ ആസ് ഓർസ്. അപ്പൊ ഈ ഓറ് അല്ലെങ്കിൽ അയിര് എന്ന് പറയുന്നത് ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും
പിന്നെ അങ്ങനെ ഗോൾഡിന്റെ ഒക്കെ അയിര് എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫേസിന് അടിയിലാണ്, സർഫേസിനുള്ളിലാണ് അല്ലെ. സം മിനറൽസ് ആർ ഓൾസോ ഫൗണ്ട് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. കുറെ ചിലതൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിനുള്ളിലും ചിലത് സർഫേസ് ഓൺ ദ എർത്ത് ഭൂമിയുടെ ഉപരിതലത്തിലും ആകാം. ഇനി ഇങ്ങനെ നമുക്കറിയാം സ്വർണമോ അല്ലെങ്കിൽ നമ്മളെ സിൽവറോ അലുമിനിയം ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഡിഗിങ് ഔട്ട് മിനറൽസ് ഓർ ഫ്രം ദ എർത്ത്. ഭൂമി കുഴിച്ചിട്ടാണ് പല സാധനങ്ങൾ എടുക്കുക. ഇപ്പൊ നമുക്കറിയാം ഗോൾഡ് ആയാലും സിൽവർ ആയാലും കോപ്പർ ആയാലും ഒക്കെ എന്ത് ചെയ്യണം? അതിന്റെ ഒക്കെ ഓറ് കിട്ടണമെങ്കിൽ ഖനനം ചെയ്തിട്ടാണ് എടുക്കുക. കുഴിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെ കൃപയുടെ കയ്യിലെ മൈലാഞ്ചി ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുക. കുഴിച്ചെടുക്കുന്ന പ്രക്രിയക്ക് ഇരുമ്പോ ഗോൾഡോ അല്ലെങ്കിൽ കോപ്പറോ പെട്രോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഖനനം ചെയ്തെടുക്കുക, അതാണ് മൈനിങ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ എന്താ മൈനിങ് എന്ന് പറഞ്ഞാല്? കുഴിച്ചെടുക്കുക, ഭൂമി കുഴിച്ചിട്ടാണ് എടുക്കുക. പെട്രോളിയം നമ്മൾ വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന പെട്രോളിയം ഒക്കെ എന്താ? കുഴിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ ഇരുമ്പ്, കോപ്പർ, ഗോൾഡ്, സിൽവർ, these are the metals. These metals are taken out from the earth. Okay. ഇനി രണ്ട് തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. There are two type of minerals. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിക്കണേ. ഇത്രയും നാളെ നിങ്ങൾ പഠിച്ച പോലെ എളുപ്പമുള്ളതല്ല, കുറച്ചും കൂടെ ടഫാണ്. ഇനിയുള്ള ലെസൺസ് കുറച്ചും കൂടെ കട്ടി കൂടി വരും. ആദ്യത്തെ പോലെ ആദ്യം ഉള്ള ലെസൺ പോലെ എളുപ്പമല്ല കേട്ടോ, അപ്പൊ ശ്രദ്ധിക്കണേ. അപ്പൊ മിനറൽസ് ആർ ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്, മെറ്റലിക് ആൻഡ് നോൺ മെറ്റലിക്. ഇനി എന്താ മെറ്റലിക് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ എന്താ നോൺ മെറ്റലിക് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റലിക് ആൻഡ് നോൺ മെറ്റലിക്? നോക്ക്, മിനറൽസ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു മെറ്റലിക് ആൻഡ് നോൺ മെറ്റലിക്. We get metals such as iron, copper, gold and silver from metallic minerals. Non-metallic minerals include petroleum, salt, coal, limestone and precious stones. Coal and petroleum are used as fuel. Thus, they are also called mineral fuels. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ മെറ്റൽസിനെ അല്ലെ മിനറൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്. ഫസ്റ്റ് വൺ മെറ്റലിക് ആൻഡ് സെക്കൻഡ് വൺ നോൺ മെറ്റലിക്. മെറ്റലിക് എന്നും നോൺ മെറ്റലിക് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതിനെ? മിനറൽസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മെറ്റലിക് എന്നും രണ്ട് നോൺ മെറ്റലിക് എന്നും. ഇനി എന്താ മെറ്റലിക് എന്ന് നോക്കണേ. We get metals such as iron, copper, gold and silver from metallic. അതായത് മെറ്റലിക് മിനറൽസ് എന്ന് പറഞ്ഞാല് മെറ്റൽസിൽ നിന്ന് കിട്ടും. വി ഗെറ്റ് മെറ്റൽസ്, നമുക്ക് മെറ്റൽസ് കിട്ടുന്നു. ഏതിൽ നിന്ന്? മെറ്റലിക് മിനറൽസ് നിന്ന്. അത് ഏതൊക്കെയാ? അയൺ, കോപ്പർ, ഗോൾഡ്, സിൽവർ. അയൺ, കോപ്പർ, ഗോൾഡ് ആൻഡ് സിൽവർ ആർ മെറ്റലിക് മിനറൽസ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ മെറ്റലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? അയൺ, കോപ്പർ, ഗോൾഡ് ആൻഡ് സിൽവർ. ഇനി നോൺ മെറ്റലിക് എന്ന് പറഞ്ഞാല് സോൾട്ട്, കല്ലില്ലേ, ഉപ്പ്, സോൾട്ട്, പെട്രോളിയം, ലൈംസ്റ്റോൺ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺ. പ്രഷ്യസ് സ്റ്റോൺസ് മീൻസ് വിലപിടിപ്പുള്ള രത്നങ്ങൾ, കല്ലുകൾ. ഇതൊക്കെയാണ് ഇത് നോൺ മെറ്റലിക്. അപ്പൊ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ? കോപ്പർ, അയൺ, അലുമിനിയം, സിൽവർ, അതൊക്കെയാണ് മെറ്റൽ. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ മെറ്റലിക് എന്ന് പറയാം. മെറ്റലിക് മിനറൽസ് ആർ അയൺ, കോപ്പർ, ഗോൾഡ് ആൻഡ് സിൽവർ. നോൺ മെറ്റലിക് ആർ കോൾ, ലൈംസ്റ്റോൺ, സോൾട്ട് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺ. ദീസ് ആർ നോൺ മെറ്റലിക്. ഇനി അതിൽ കോൾ ആൻഡ് പെട്രോളിയം. കോൾ എന്തിനാ ഉപയോഗിക്കുക? കൽക്കരി എന്തിനാ ഉപയോഗിക്കുക? ട്രെയിനിലാണ് ഉപയോഗിക്കുക അല്ലെ? ട്രെയിനിലല്ലേ കൽക്കരി ഉപയോഗിക്കുക, കോൾ ഉപയോഗിക്കുക. പെട്രോൾ എന്തിനാ ഉപയോഗിക്കുക? വണ്ടികളിൽ അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇന്ധനങ്ങളാണ്, ഫ്യൂവൽസ് ആണ്. പെട്രോളിയവും കോളും ഫ്യൂവൽസ് ആണ്. ഫ്യൂവൽസ് മീൻസ് ഇന്ധനങ്ങൾ പറഞ്ഞാൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ കോൾ ആൻഡ് പെട്രോളിയം ആർ ഫ്യൂവൽസ്. Thus, they are also called mineral fuels. അപ്പൊ കോളിനെയും പെട്രോളിയത്തിനെയും നമ്മൾ മറ്റൊരു പേര് പറയും. എന്താണത്? മിനറൽ
fuel. മനസ്സിലായോ? Coal and petroleum are also known as mineral fuels because coal and petroleum are fuel. കോളും പെട്രോളിയവും ഫ്യൂവൽ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ മറ്റൊരു പേര് പറയും, എന്താണ്? മിനറൽ ഫ്യൂവൽസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് മെറ്റൽസ് എന്താന്ന് പറഞ്ഞു. മെറ്റൽസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. നോൺ മെറ്റലിക് എന്നും മെറ്റലിക് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മെറ്റലിക് എന്തൊക്കെയാണ്, നോൺ മെറ്റലിക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇല്ലേ? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. I will repeat once more. All of you listen. Many things that we daily use are made of metals. Copper, iron, aluminium, silver, gold, etc. are the examples of metals. These metals are taken out from the earth. ഭൂമിയിൽ നിന്നാണ് ഈ മെറ്റൽസ് ഒക്കെ നമ്മൾ എടുക്കുക. ഇനി വലിയ വലിയ കല്ലുകളിൽ rocks on earth have minerals. These minerals are taken out from metals. Then പിന്നെ ഈ റോക്ക് കണ്ടെയ്നിങ് വലിയ വലിയ കല്ലുകളിൽ എന്തുണ്ട്? പെർട്ടിക്കുലർ മിനറൽ ഉണ്ട്. പെർട്ടിക്കുലർ മിനറൽ ഉണ്ട്. ആ പെർട്ടിക്കുലർ മിനറലിന് പറയുന്നതാണ് ഓർ. ഓർ എന്ന് പറഞ്ഞാൽ അയിര്. കേട്ടിട്ടുണ്ടോ? ഇരുമ്പിന്റെ അയിര്, സ്വർണ്ണം ഉണ്ടാക്കുന്ന അയിര്. കൃപക്ക് വേണോ അടി? Then പിന്നെ നമ്മൾ പറഞ്ഞു മെറ്റൽസിനെ രണ്ടായി തരംതിരിച്ച് മിനറൽസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മിനറൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. മെറ്റലിക് എന്നും നോൺ മെറ്റലിക് എന്നും. മെറ്റലിക് എന്ന് പറഞ്ഞാല് കോപ്പറും അയേണും അലുമിനിയം, സിൽവർ, ഗോൾഡ്. കോപ്പർ, അലുമിനിയം, സിൽവർ, iron and gold are metallic minerals. Then non metallic are salt, coal, petroleum, പിന്നെ limestone and precious stone. These are non metallic. അതിൽ പെട്രോളിയവും കോളും, കോള് തീവണ്ടിയിലാണ് ഉപയോഗിക്കുക അല്ലെ? തീവണ്ടിയിൽ ഉപയോഗിക്കും. പെട്രോളിയം വാഹനങ്ങളിലാണ് ഉപയോഗിക്കുക. അപ്പൊ കോളിനെയും പെട്രോളിയത്തെയും നമ്മൾ ഫ്യൂവൽ എന്നാണ് പറയാ, ഇന്ധനങ്ങൾ എന്നാണ് പറയാ. അതുകൊണ്ട് ഈ കോളിനെയും പെട്രോളിയത്തിനെയും നമ്മൾ പറയും മിനറൽ ഫ്യൂവൽസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഒച്ചത്തിലല്ല, സ്വയം വായിച്ചു നോക്കിയാട്ടെ. First one, Kripa Mary, unmute and read. Kripa Mary, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ കൃപ? അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, യു ക്യാൻ റീഡ്. വായിച്ചോ. Many things that we use daily are made of metals. Iron, copper, aluminium, silver, and gold are all metals. They are taken out from the earth. All rocks on the earth have minerals in them. Metals are taken out of minerals. A rock containing large amount of a particular mineral. The mineral ores is called the ore of that mineral. Some minerals are also found on the surface of the earth.
and some at the bottom of the sea. Okay, please stop there. Kripa, next one, Alna. Alna. Okay, unmute and read. Alna. Next one, Aaron ആണ്. Aaron. Alna വായിച്ചു കഴിഞ്ഞാൽ next Aaron ആണ് ട്ടോ. Okay. Digging out mineral ores from the earth is called mining. Deep holes are dug into the earth to take out mineral ores. Such holes are called mines. Types of minerals. Minerals are broadly divided into metallic and non-metallic. We get metals such as iron, copper, gold, and silver from metallic minerals. Non-metallic minerals include petroleum, salt, coal, limestone, and precious stone. Coal and petroleum are used as fuel, thus they are also mineral fuel. Okay. Then Aaron. Aaron. Unmute ചെയ്തേ. ആരോണേ. Okay. Next one ഷംബീൽ ആണ്. മുഹമ്മദ് ഷംബീൽ. Next. Madam, ഓ, കേൾക്കുന്നില്ലെന്ന് madam. ഫസ്റ്റ് മുതൽ വായിച്ചേ മോനെ. Many things that we use daily are made of metals. Metals, iron, copper, Aluminium. silver, and gold are all metals. They are taking out from the earth. All rocks on earth have minerals in them. Metals are taken out of Minerals. air of containing large amount of a particular minerals in Mineral is called the ore of that mineral. that mineral. Okay, please stop there. Shambil, unmute. വായിച്ചേ മോനെ. Most of the minerals are Next one Ebin Biju ആണ്. Ebin. surface of the earth. Some minerals are also found on the surface of the earth and some at the bottom of the sea. Getting out minerals. Digging out Minerals or found on the earth is called mining. Mining means കുഴിച്ചെടുക്കുക. Deep holes are dug into earth to take minerals, or such holes are called mines. നോക്ക്, അപ്പൊ നമ്മൾ കുഴിച്ചെടുക്കുകയാണ്. മൈനിങ് എന്ന് പറഞ്ഞാല് ഭൂമി കുഴിച്ചിട്ടാണ് സാധനങ്ങൾ എടുക്കുക. ഈ ഗോൾഡിന്റെയും സിൽവറിന്റെയും കോപ്പറിന്റെ ഒക്കെ അയിര് അല്ലെങ്കിൽ ഓറ് കുഴിച്ചെടുക്കുന്നതിനാണ് നമ്മൾ മൈനിങ് എന്ന് പറയാം. ഇനി അങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോളിന് പറയുന്ന പേരാണ് എന്ത്? മൈൻസ്. മനസ്സിലായോ? ഓക്കെ, സച്ച് ഹോൾസ് ആർ കോൾഡ് മൈൻസ്. അപ്പൊ കുഴിച്ചിട്ടാണ് ഇരുമ്പിന്റെയും സ്വർണത്തിന്റെയും സിൽവറിന്റെയും ഒക്കെ അയിര് കുഴിച്ചെടുത്തിട്ടാണ് ഗോൾഡും സിൽവറും ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഭൂമി കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോളിന് പറയുന്ന പേരാണ് മൈൻസ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ആരായിരുന്നു? എബിൻ. ആഷൻ. നെക്സ്റ്റ് വൺ ആഷൻ കേട്ടോ. Type of minerals. Minerals are broadly divided into metallic and non-metallic. We get metals such as iron, copper, gold, and silver from metallic minerals. Non-metallic minerals included petroleum, salt, coal, limestone, and precious stones. Precious means വിലപിടിപ്പുള്ള. Precious stones. Coal and petroleum are used as fuel,
Thus, they are also called minerals, fuels. Okay. Next one, Ashin. Ashin, unmute ചെയ്ത മോനെ. Many things. Then next Adidev ആണ്. Adidev. Many things that we use daily are made of metal. Iron, copper, aluminium, silver, and gold are all metal. They are taken out from the earth. All rock on the earth have minerals in them. Metals are taken out minerals. A rock containing large amount of a particular minerals is called ore of that minerals. Most of the minerals ores are found below the surface of the earth. Some minerals are also found on the surface of the earth and some at the bottom of the sea. Digging out minerals ores from the Mineral earth ne ullu, is minerals called illa ട്ടോ. Mineral ores. mineral ore from the earth is called mining. Deep holes are dug into the earth to take out mineral ores. Such holes are called mines. Okay. Types of minerals. Okay, please stop there മോനെ. Next one ആരായിരുന്നു ഞാൻ പറഞ്ഞ ആദിദേവ്. Okay. Then Suryadev ആണ് next. Type of minerals. Minerals are broadly divided into metallic and non-metallic. We get metals such as iron, copper, gold, and silver from metallic. Minerals, non-metallic minerals include petroleum, salt, coal, limestone, and precious stone. Coal and petroleum are as fuel. Fuel nanu full alla fuel. They are also called minerals fuel. Okay. Next one, Suryadev. Okay. Next, Sridev ആണ്. Next one. Many things that we use daily are made of metal. Iron, copper, silver, and gold are all materials. They are taken out from all rocks on earth have minerals. The materials are taken out of minerals. A rock containing large amount of a particular mineral is called the ore. Ore of that mineral. Most of the minerals are found below the surface of the earth. Some minerals are also found on the surface of the earth and some at the bottom of the sea. Okay. Then Sridev. Sridev is laughing. What happened, Sridev? Okay. Digging out mineral ores from the earth is called mining. Deep holes are dug into the earth to take Kripa and Shamvil. Kripa, Shamvil, Ashin. Switch on your camera. Holes are called mines. Types of minerals. Minerals are broadly divided into metallic and non-metallic. We get
metals Ah. such as iron, copper, gold, and silver from metallic minerals. Non-metallic minerals include petroleum, salt, coal, limestone, and Precious. precious stone. Coal and petroleum are used as fuel. Thus, they Fuel. are also called mineral Fuel ആണ് fuels. Mineral fuels. Okay. Then ഇനി ആരായിരുന്നു വായിക്കാൻ? ആൻഡ്രോസ്. ആൻഡ്രോസ് പ്രിൻസ്. യെസ്, ദേവാഞ്ജന. ഓക്കെ, ദേവാഞ്ജന. ദേവാഞ്ജന അൺമ്യൂട്ട് ചെയ്ത മോളെ. Many things that we use daily are made of metals. Iron, copper, aluminium, silver, and gold are all metals. They are taken out from the earth. All rocks on earth have minerals in them. Metals are taken out of minerals. A rock containing large amount of a particular mineral is called the ore of that mineral. Most of the mineral ores are found below the surface of the earth. Some minerals are also found on the surface of the earth and some at the bottom of the sea. Digging out mineral ores from the earth is called mining. Deep holes are മൈനിങ്. മിനി അല്ല, മൈനിങ്. Deep holes are dug into the earth to take out the minerals. Ores, such holes are called mines. Types of Okay, please minerals. stop the ദേവാഞ്ജന. Next one, ആൻഡ്രോസ്. ആൻഡ്രോസിന് കേൾക്കുന്നുണ്ടോ? ആൻഡ്രോസേ. ക്രിസ്റ്റി സിൻഡോ. ക്രിസ്റ്റി വായിച്ചേ മോനെ. ക്രിസ്റ്റി വായിച്ചോ. ടൈപ്സ് ഓഫ് മിനറൽസ്. അൺമ്യൂട്ട് ചെയ്തേ. ടൈപ്സ് ഓഫ് മിനറൽസ്. Many things Ashne, please wait there. minerals are types of minerals. Minerals are broadly divided into metallic and Metallic and non-metallic. Non-metallic. we get materials such as We get metals such as iron, copper, gold, and silver from metallic minerals. Metallic minerals. Not metallic minerals include ആഷിനെ വായിക്കുന്ന ശ്രദ്ധിക്കാൻ. ഇനിയും വായിപ്പിക്കുവേ വായിച്ചാലും. petroleum, salt, coal, limestone, and precious stones. Coal and petroleum are coal and are used as fuel. fuel.
Thus they are all mineral fuels. fuels. Okay. എന്താ മോനെ ആഷിനെ? നമുക്കിനി 7 മിനിറ്റ് കൂടെ ഉള്ളു. അപ്പൊ ഇടി ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു. എല്ലാവരും നന്നായി വായിക്കണേ.